കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി വെജ് ബിരിയാണി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ റെസിപ്പി നോക്കിയാലോ. പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ നെയ്യ്, ആവശ്യത്തിന് കറുവപ്പട്ട, ഗ്രാമ്പൂ, പെരിഞ്ചീരകം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നേരിയതായി അരിഞ്ഞെടുത്തത്, ഒരു വലിയ സവാള അരിഞ്ഞെടുത്തതും, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. സവാള 2-3 മിനിറ്റ് വാടി വരുമ്പോഴേക്ക് അതിലേക്ക് ഒരു പച്ചമുളക്, എരിവ് കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ 2 പച്ചമുളക് എടുക്കാം. ഇപ്പം ഞാൻ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഒരു പച്ചമുളകും 5 അല്ലി വെളുത്തുള്ളിയും ചേർത്തരച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി നന്നായി വഴറ്റിയ ശേഷം ഇതിലേക്ക് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. കിസ്മിസ് അധികം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, അല്പം ഗരം മസാലയും ചേർത്ത് ഇളക്കി കൊടുക്കാം. ചിക്കൻ മസാല ഇഷ്ടമുള്ളവർക്ക് ഗരം മസാലയ്ക്ക് പകരം ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് ഇളക്കിയെടുത്ത ശേഷം അതിലേക്ക് ഒരു വലിയ ക്യാരറ്റും ഉരുളക്കിഴങ്ങും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയെടുക്കുക. 2-3 മിനിറ്റ് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. 2 ഗ്ലാസ് ബിരിയാണി റൈസ് ഞാൻ നേരത്തെ കഴുകി വെള്ളം തോരാൻ വച്ചിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ബിരിയാണി റൈസ് ചേർത്ത ശേഷം 2-3 മിനിറ്റെങ്കിലും മസാലയോടൊപ്പം അരി ചേർത്ത് ഇളക്കിയെടുക്കണം. ബിരിയാണി കഴിക്കുമ്പോൾ ചെറിയൊരു പുളിപ്പൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ 1 സ്പൂൺ തൈര് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അരി ചേർത്ത് ഇളക്കിയെടുക്കുമ്പോൾ കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഫ്ലെയിം സിമ്മിലിട്ട് തന്നെ ഇളക്കിയെടുക്കുക. റൈസ് നന്നായിട്ട് മസാലയോടൊപ്പം ചേർത്ത് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3-4 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ ഞാൻ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 2 വിസിൽ വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. റൈസ് നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കിയെടുത്ത ശേഷം നമുക്കിതിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. റൈസ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം നന്നായിട്ട് സെറ്റ് ചെയ്ത് അടച്ചു വയ്ക്കുക. അതിനുശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ച് കിസ്മിസ് വറുത്തെടുക്കാം. കിസ്മിസ് വറുത്തെടുക്കുന്ന സമയത്ത് കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കിസ്മിസ് വറുത്തെടുത്ത ശേഷം നമുക്കതിലേക്ക് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. കാഷ്നട്ടും കിസ്മിസും വറുത്തെടുക്കുമ്പോൾ കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പാകത്തിൽ വറുത്തെടുക്കുമ്പോൾ മാത്രമേ കാഷ്നട്ടും കിസ്മിസും ബിരിയാണിയുടെ കൂടെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കാഷ്നട്ട് പാകത്തിന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കിസ്മിസും കാഷ്നട്ടും ബിരിയാണിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചിലർക്ക് കാഷ്നട്ടും കിസ്മിസും കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചെടുക്കാവുന്നതാണ്. ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്ക് എത്രയാണെങ്കിലും യൂസ് ചെയ്താലും അത് ബിരിയാണിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടുകയുള്ളൂ. ഇനി നമുക്ക് അല്പം മല്ലിയില കൂടി ചേർത്ത് ഗാർണിഷ് ചെയ്തെടുക്കാം. മല്ലിയിലയും ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി വെജിറ്റബിൾ ബിരിയാണി ഇതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നല്ല റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.